വാടക്കൽ റോഡിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഷൺമുഖവിലാസം കരയോഗത്തിന്റെ വാതിക്കൽ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് കാണാം. ശ്രീ ഗോകുലം എന്ന് എഴുതിയ ഒരു ഓട്ടോറിക്ഷയാണ് KL4AD 9155. അപ്പോൾ ഈ ഓട്ടോറിക്ഷ എന്തായാലും ഇതിലെ പോകുന്നൊരു ശ്രദ്ധിക്കാതിരുന്ന് കാണത്തില്ല. കാരണം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വണ്ടി. കാരണം ഇദ്ദേഹം ഈ മീൻ കൊണ്ട് കുറച്ച് അമ്മമാരെ കൊണ്ട് 5 അമ്മമാരുടെ മീൻ കൊണ്ടുവരും മാർക്കറ്റുകളിൽ ഹാർബറിൽ പോയി മീൻ കൊണ്ടുവരുന്ന ഓട്ടോയാണ്. ആ മീൻ കൊണ്ടുവരുന്ന വണ്ടി 14 വർഷമായിട്ട് പുതിയതുപോലെ സൂക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് ദിവസം കാണുന്നതാണ്. എൻ്റെ വീടിൻ്റെ പരിസരത്താണ്. എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരു ചെറുപ്പക്കാരനാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ജയേഷ് ഇത്രയും വണ്ടി സൂക്ഷിക്കണം. ഞാനുമൊക്കെ ജീവിതം തുടങ്ങുന്നത് വണ്ടി ഓടിച്ചാണ്, വർഷങ്ങളോളം ഓട്ടോറിക്ഷ ഓടിച്ചാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും നമ്മുടെ തൊഴിലിടത്തെ നമ്മളെല്ലാവരും ഓരോ മേഖലയിൽ ജോലിയെടുക്കുന്നവരാണ്. ആ സ്വന്തം തൊഴിലിടത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ആ തൊഴിലിടത്തെ സ്നേഹിക്കുന്ന ഈ വണ്ടി 14 വർഷമായ വണ്ടി ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ജയേഷിനെ ഒന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയാണെന്ന് തോന്നുന്നുണ്ട്. ജയേഷിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് കേൾക്കാം. എത്ര സമയമായി വണ്ടി കഴുകാൻ തുടങ്ങിയിട്ട്? വണ്ടി ഇപ്പോൾ 10:30. നല്ല വെയിലാണ്, നല്ല വെയിലാണ്. അപ്പോൾ എത്ര മണിക്ക് തുടങ്ങി? 2 മണിക്കൂറാണ് ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന സമയം. എത്ര വർഷമായി വണ്ടി എടുത്തിട്ട് ജയേഷിന്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 14ാമത്തെ വർഷമാണ്. 14 വർഷം. അപ്പോൾ ജയേഷ് ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ജയേഷ് വണ്ടി കഴുകുന്നത് പലരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും 14 വർഷമായൊരു വണ്ടി ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും പല മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ തൊഴിലിടത്തെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തെളിവാണ്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ജയേഷിന്റെ വണ്ടി മിക്കവാറും ഇവിടെ കിടക്കുന്നതാണ്. ജയേഷ് ഏകദേശം മീൻ കൊണ്ടുപോകുന്ന ഓട്ടം ആണ് ഓടുന്നത്. നമ്മുടെ ഏറ്റവും മെയിനായിട്ട് ഓട്ടം. കാരണം നമുക്ക് ഒരു ദിവസത്തെ ഓടുന്ന വരുമാനം നമുക്ക് ഓട്ടത്തിൽ നിന്ന് രാവിലെ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും ഉണ്ട്, ഉറക്കം നിൽക്കണം. അത് നമ്മുടെ ജീവിതമാർഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഈ ഒരു ഓട്ടമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വരുമാനം. ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡ് സംബന്ധമായ രീതിയിൽ പല ഓട്ടങ്ങളൊക്കെ വരിവരിയായിട്ട് കിടക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു ഓട്ടം 14 ദിവസമായിട്ട് 5 തള്ളമാരാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അത് വർഷങ്ങളായിട്ട് ആ ജോലി തന്നെയാണ് ജയേഷ് ചെയ്യുന്നത്. അപ്പൊ ഈ മീൻ കൊണ്ടുവരുമ്പോൾ സാധാരണ മീനിന്റെ അകത്ത് ഐസൊക്കെ ഇട്ട് കൊണ്ടുവന്ന് മീൻ കൊണ്ടുവരുന്ന വണ്ടികൾ പൊതുവെ പെട്ടെന്ന് കേടായി പോകാറുണ്ട്. കാരണം ഈ തുരുമ്പെടുത്ത് പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കടപ്പുറത്ത് നിന്ന് ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ജയേഷിന്റെ വണ്ടി റോഡിൽ ചേർത്താണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പുകാറ്റടിച്ചൊക്കെ നശിച്ചു പോകേണ്ടതാണ്. പക്ഷെ ഇത്രയും 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ജയേഷ് ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ആ വണ്ടി ഇത് ഇത്ര മീനോട്ടം പോകുന്നെങ്കിലും ഒരു തുള്ളി ഐസ് വെള്ളവും പിന്നെ ഉപ്പ് വെള്ളമൊന്നും വണ്ടിക്കകത്ത് ഇതുവരെ വീഴാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. കാരണം അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടാണ്. കാരണം റബ്ബർ ഷീറ്റ് തന്നെ ഒരു 3 പത്ത് കിടപ്പുണ്ട്. പിന്നെ അതിന് കഴുകിയിട്ടിരിക്കുന്ന ഈ ഷീറ്റുകളെല്ലാം. അപ്പോൾ കാരണം വെള്ളം എന്ന് പറഞ്ഞ സാധനം അധികം നമ്മളിതിനകത്ത് വരുന്നില്ല. പിന്നെ ഈ പൈപ്പ് വെള്ളമാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് തുണി നനച്ച് നമ്മൾ തുടച്ച് വണ്ടി എടുക്കുക. ഏറ്റവും വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ആരെങ്കിലും നമ്മൾ കയറിയാൽ പോലും നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് കിട്ടുള്ളത്. ആൾക്കാർ കാണുന്നതാണ് മീനോട്ടം പോകുന്നതും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വണ്ടി ആ രീതി നമ്മൾ ഇത്ര വർഷമായിട്ട് നന്നായിട്ട് തുടങ്ങി. പിന്നെ ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ തൊഴിലായിട്ട് വന്നു. ഇപ്പോൾ വർഷം 27 ആയി. 98 തുടങ്ങിയതാണ്. അപ്പൊ ഇത് അതുൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓട്ടോറിക്ഷയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി തന്നെ കണ്ടാൽ ഇത് അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രയും വൃത്തിയായിട്ട് പുതിയ വണ്ടി പോലെയാണ് ജയേഷ് വണ്ടി സൂക്ഷിക്കുന്നത്. അവർ വന്ന് പറഞ്ഞായിരുന്നു പുതിയ വണ്ടി തരാം, ഇതിൻ്റെതായിട്ടുള്ള വില തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ നമ്മുടെ ജീവിതമാർഗ്ഗം അന്ന് നമ്മൾ മാറ്റിമറിക്കണം. അതുകൊണ്ട് ഇതിപ്പോൾ എന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന അത്രയും കാലം ഇത് ഇതുപോലെ തന്നെ ഇരിക്കും. കാരണം ഇത് നമ്മളിത് പൊതുസമൂഹത്തെ കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ എല്ലാവരുടെയും തൊഴിലിടം. നമ്മുടെ തൊഴിലിടം ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നമ്മുടെ. അപ്പൊ അതിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതെ അതെ, നമ്മുടെ നമുക്ക് ചോറ് തരുന്ന ആ ഒരു പ്രസ്ഥാനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്നതിന്റെ തെളിവാണ്. കാരണം ഇത്രയും ഭംഗിയായിട്ട് 14 വർഷമുള്ളൊരു വണ്ടി കാണാൻ കഴിയും. ഞാനും ഓട്ടോറിക്ഷ ഓടി ജീവിച്ച ആളാണ്, വാഹന മേഖലയിൽ വർഷങ്ങളോളം പണിയെടുത്ത ആൾ. പക്ഷെ നമുക്കൊക്കെ അത്ഭുതവും നാണം തോന്നാറുണ്ട്. കാരണം ഓരോ ആൾക്കാർ വണ്ടി കൊണ്ടു നടക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ ചിലതേ ഓർത്ത് നാണം തോന്നാറുണ്ട്, പക്ഷെ ഇത് ഓർത്ത് അത്ഭുതം തോന്നാറുണ്ട്. എന്തായാലും നമ്മളൊരു ആശാന്റെ കീഴിൽ ജോലി പഠിക്കുന്ന ഒരാൾക്ക് എപ്പോഴും വണ്ടി നോക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ആശാന്റെ സാധാരണ ഒരു നമ്മളിപ്പോ ഇവിടെ കണ്ടുവരുന്ന ഇവിടെ 9 ഓടിട്ടുണ്ട് ഈ വാടകയ്ക്ക്. നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ ബീച്ച് വാടകയ്ക്ക് 9 വണ്ടി. ഈ വണ്ടി എല്ലാം മിക്ക വണ്ടി എടുത്ത് നോക്കിയാൽ ഇപ്പൊ പോലെ ഒരു പുതിയ വണ്ടിയൊക്കെ. അപ്പൊ ജയേഷിനെ സംബന്ധിച്ചോളം ജയേഷ് ഈ മീനോട്ടം മാത്രമല്ല, അത് സ്റ്റാൻഡൊന്നും വെക്കണം ഓടുന്നില്ല. പിന്നെ ജയേഷ് ഏത് രാത്രി ആര് ആശുപത്രി പോകാൻ വിളിച്ചാലും വരുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ജയേഷിനെ കുറിച്ച്
കാരണം പലരും വിളിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷ വിളിച്ച് കിട്ടാത്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ പിന്നെ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി വിളിക്കുന്ന സമയത്ത് പറയുന്നത് അവരുടെ വീട്ടുകാരാണ് ഫോണെടുത്ത് പറയുന്നത് ആള് മദ്യപിച്ച് കിടക്കുന്നത്, അതുകൊണ്ട് ആരും വരില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കില്ലെന്ന് കരുതിയാണ് നമ്മൾ വിളിക്കുന്നത്. ഒന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, കാരണം നമ്മൾ ഏത് സമയത്താണെങ്കിലും ചെല്ലും, അവർക്കറിയാം നമ്മൾ ചെല്ലുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ വിളിക്കും. അതുകൊണ്ട് ആശുപത്രിക്കകത്തൊന്നും ഇതുവരെ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല. ആരെപ്പോൾ വിളിച്ചാലും. അപ്പോൾ ചെയ്യുന്നതിന് സന്തോഷമാണ്. ഇതൊരു മാതൃകാപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വീഡിയോ എടുത്ത് പൊതുസമൂഹത്തെ അറിയിക്കുന്നത്. കാരണം എല്ലാവരും അവരുടെ തൊഴിലിടത്തെ എല്ലാവരും സ്നേഹിക്കണം. എല്ലാവരും പ്രത്യേകിച്ച് വണ്ടി ഓടുന്ന ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ, ടാക്സി വണ്ടികൾ, മറ്റുള്ള യാത്രക്കാരെ കൊണ്ടുവന്ന് വണ്ടി ഓടിക്കുന്നവർ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മുടെ ചോറാണ്, നമ്മുടെ മറ്റുള്ളവരുടെ ജീവൻ നമ്മുടെ കയ്യിലാണെന്നുള്ള ഓർമ്മയോടുകൂടി അത് ചെയ്യും. അതെ, എന്തായാലും വളരെ സന്തോഷം ചേച്ചി. എന്തായാലും ഈ ഒരു വിവരം വണ്ടി നോക്കിച്ചാൽ ഒരിക്കലും നമ്മൾ അതിൻ്റെ ആവശ്യപ്പെടുന്ന നല്ല ഒരു ഉറപ്പുള്ള ഒരു കാരണം നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഓരോ വണ്ടി ഇവിടെ കിടക്കുന്ന കാണുന്ന സങ്കടം വരണം. എൻ്റെ കൂടെ എടുത്ത വണ്ടിയെല്ലാം മിക്കതും പൊളിച്ചു കളഞ്ഞു. ആ എടുപ്പിൽ ഒരുപാട് വണ്ടി